എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. ക്രീമി മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുന്നതിന് ഞാൻ 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം മഷ്റൂം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഈ മഷ്റൂം വേകാനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. സൂപ്പ് അങ്ങനെ ഒത്തിരി ഉപ്പൊന്നും ആകരുത്. ഒന്ന് ഇളക്കിയിട്ട് വേകാനായിട്ട് അടച്ചു വെക്കാം. നമുക്ക് ഈ മഷ്റൂം വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെള്ളം ഇതിൽ കിടന്നോട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നമ്മളെ വെന്ത മഷ്റൂമിനകത്തു നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. സൂപ്പിനകത്ത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയാണ്. വെന്ത മഷ്റൂം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ക്രീമോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. വെന്ത മഷ്റൂം കാഷ്യൂനട്ടുമായിട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സെയിം പാൻ തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചു ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമ്മൾ ഈ അടിച്ചെടുത്തിരുന്ന മഷ്റൂം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ മിക്സി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന മഷ്റൂം കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നല്ല മഷ്റൂം സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. ഈ തണുപ്പ് സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂം സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കണ്ടത്. ഇതിഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്